പാർവതി വരും. പതുക്കെ വരണേ. വേദന ഉണ്ടോ? എത്രയായി ചേട്ടാ? ഇതാണോ പാർവതിയുടെ വീട്? എന്താ വാ. അതെ ടീച്ചറേ. ഓ, ഞാൻ ആദ്യം വഴക്കുണ്ടാക്കിയെന്ന് പറയല്ലേ. അതെന്താ? പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വഴക്ക് പറയും. സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അവര് വഴക്കൊന്നും പറയില്ല, പറഞ്ഞാ മനസ്സിലാക്കോളൂ. ബാ. വിളിച്ചോ? കേശേട്ടാ, കേശേട്ടാ, ലച്ചേച്ചേ, ഇങ്ങോട്ട് വാ. അയ്യോ, ഇതെന്താ പറ്റി? അയ്യോ, പേടിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വീണതാ. എന്നിട്ടെന്താ നിങ്ങൾ വിളിച്ച് പറയാഞ്ഞേ? അല്ല, ആദ്യം വീണപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാ മനസ്സിലായി ചെറിയൊരു ചതവുണ്ട്. ചതവാ? ആ, വേദന ഉണ്ടാ പാറു? അമ്മുമ്മേ, കേശുവേടാ. ചെറുതായിട്ടൊന്ന് വീണ കേട്ടാ. ചെറുതായിട്ട് വീണിട്ട് ചെറുതായിട്ട് വീണാടി കൈ ഒടിഞ്ഞാ? ഇല്ല, ഒടിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ കെട്ടി വെച്ചേക്കണേ? ചെറിയൊരു ചതവ് മാത്രം ടീച്ചറാ ആണ്. എന്തൊരു പരിപാടി ടീച്ചർ ഇത്? നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ പിള്ളേരെ സ്കൂളിൽ വിടുന്നത്? അപ്പൊ കൈ ഒടിച്ചോണ്ടാണ് കൊണ്ടുവരാ? ശിവ ശിവ, ചേച്ചി ഇങ്ങനെ ചൂടാവാൻ വേണ്ടി ടീച്ചർ തള്ളിയിട്ടൊന്നും അല്ല. ഞാൻ കളിച്ചപ്പോ വീണതാ. രേഷ്മ മിസ്സിന് പകരം വന്നതാ. ഇപ്പൊ എന്റെ ക്ലാസ് ടീച്ചറാ. സോറി ടീച്ചർ, അത് കൊച്ചിന്റെ കൈ പോയത് കണ്ടപ്പോഴത്തേക്കേ ചെറുതായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും പാറുവിന് സന്തോഷമായി കാണുമല്ലോ. കുറച്ച് നാളത്തേക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അയ്യോ, സ്കൂളിൽ വിടാണ്ടിരിക്കൊന്നും വേണ്ട, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ പറയൂ? അതൊന്നും വരുന്നില്ല, 2 ദിവസം റെസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞേ. ആര് പറഞ്ഞു? ഡോക്ടർ അറിഞ്ഞു. ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ അടുത്ത് മാത്രമായിട്ട് പറഞ്ഞായിരുന്നു. ഓ, ഡോക്ടർ അങ്ങനെ പറഞ്ഞല്ലേ? സ്കൂളിലൊന്നും വിടാണ്ടിരിക്കണ്ട, അങ്ങോട്ട് വിട്ടോളൂ, ഞാൻ നോക്കിയോളാം. ടീച്ചറേ. ഓ, ഞാൻ ഫോണിലായിരുന്നു. എന്താ വിളിച്ചേ? നോക്ക്. എന്തുപറ്റി? பாரு ஸ்கூல்ல விழுந்து கை சதஞ்சது. ചതഞ്ചതാ? ஆமா, ஒடிஞ்சது. ഒടിഞ്ഞോ? ஆமா, சதஞ்சது. ചതഞ്ഞാ ഒടിഞ്ഞാ? சதஞ்சது. കൃത്യമായിട്ട് പറയാൻ. சதஞ்சது. ഓ, ഓക്കെ. പാറൂസേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. 2 ദിവസം സ്കൂളിൽ പോകാൻ പാടില്ലാന്നാ. കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമൊന്നുമില്ല. സിദ്ധു, ഇത് പാറുവിന്റെ ടീച്ചറാ. ആ, നമസ്കാരം. നമസ്കാരം. ടീച്ചറിന്റെ പേരെങ്ങനെയായിരുന്നു? അനാർക്കലി. ഓ, നൈസ് നെയിം. സിദ്ധു അല്ലേ? സിദ്ധാർത്ഥ്. അതെ. എന്നെ മനസ്സിലായോ? പാറുവിന്റെ ടീച്ചറല്ലേ? അയ്യോ, അതല്ല. അപ്പൊ അല്ലേ? അയ്യോ, അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്നോ? എവിടെ? +2 +2 അനാർക്കലി. ആ, അനാർക്കലി. അതെ. ആ, എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഓ, ഇപ്പോഴാളെ കിട്ടിയത്. സുഖമായിട്ടിരിക്കുന്നോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് സിദ്ധുവിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലേ? അനാർക്കലി, ഇത് എന്റെ വൈഫ് ലച്ചു. ഓ. ഇത് വൈഫിന്റെ ബ്രദറാണ്. Okay. വൈഫിന്റെ അനിയത്തിയാണ് ഇത്. അതെയോ? ഇത് വൈഫിന്റെ ആന്റിയാണ്, കനക ആന്റി. വൈഫിന്റെ അമ്മുമ്മ, വൈഫിന്റെ അനിയത്തി. ഒരു കുടുംബമാ. ഓ, എനിക്ക് പെട്ടെന്ന് കത്തിയില്ലെന്നേ. വർഷം കുറെ ആയില്ലേ, അതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നിയായിരുന്നു. അല്ലെങ്കിലും സിദ്ധുവിനെ എന്നെ ഓർക്കാൻ ചാൻസ് കുറവാ. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ടീച്ചർ ഇൻട്രോവേർട്ട് ആണല്ലേ. ചെറുതായിട്ട്. സിദ്ധുവിനെ പിന്നെ എല്ലാവർക്കും അറിയായിരുന്നു. കൊറേ പേരുടെ ക്രഷ് ആയിരുന്നേ അന്നത്തെ കാലത്ത്. ടീച്ചറിന്റെയും അതൊക്കെ പഴയ കാര്യം. അല്ല, സിദ്ധു ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ദുബായിലാ വർക്ക് ചെയ്യുന്നേ. ഇപ്പം ലീവിന് വന്നതാ. ഓക്കെ. അല്ല, ടീച്ചർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് പാർവതിയുടെ ടീച്ചറാണ്. അല്ല, അതിപ്പോ താൽക്കാലികമാണ്. ഞാനൊരു 3 months കഴിഞ്ഞാൽ UK പോകാനുള്ള പ്ലാനാണ്. ഓ, അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പോയിട്ട് ഹയർ സ്റ്റഡീസ്. ഓ, ഇനിയും പഠിക്കാൻ പോകണം. അപ്പൊ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ശരി, എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അയ്യോ, ടീച്ചർ മോളെ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ, ഇന്ന് സമയമില്ല, പിന്നെ ഒരു പ്രാവശ്യം. അനാർക്കലി, വാ, ഒരു ചായ അല്ലേ?
ഇല്ല സിദ്ധു, നെക്സ്റ്റ് ടൈം ആവട്ടെ. എന്നാ ബാഗ്. ഓ അപ്പൊ ശരി കേട്ടോ. പാർവതി പോട്ടെ, ഗുഡ് ഗേൾ ആയിട്ട് സ്കൂളിൽ വന്നോട്ടോ. ബൈ ബൈ. ശരി. എത്ര പെട്ടെന്നല്ലേ സമയമൊക്കെ പോകുന്നു. എന്തേ സമയം പോവണ്ടായിരുന്നോ? സമയം പോണല്ലോ. യേശുവേ, ഓ അളിയന്റെ മുഖത്തെ പെട്ടെന്നൊരു പ്രസരിപ്പ്, സന്തോഷമൊക്കെ ഉണ്ടല്ലേ? പിന്നെ പ്രസരിപ്പ് കാണാതിരിക്കോ? പണ്ടത്തെ കൃഷിനെ കണ്ടതല്ലേ? എടാ, അളിയന്റെ ക്രഷല്ലല്ലോ, ആ ടീച്ചർ കളിയനോടായിരുന്നില്ലേ ക്രഷ്? ആ ശരിയാ ശരിയാ ശരിയാ. അളിയന്റെ കാര്യല്ലേ, പറയാൻ പറ്റത്തില്ല. നീ പറഞ്ഞാടി പിന്നെ പിന്നെ വെള്ളം കുടിക്കാൻ. ബാ. അളിയന്റെ ഒരു കാര്യമേ.